തന്നെ തല്ലിയവനെ തിരിച്ചു തല്ലും വരെ ചെരുപ്പിടില്ല എന്നതായിരുന്നു മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ നായകന്റെ പ്രതിജ്ഞ. അത് സിനിമാ കഥയാണെങ്കിൽ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ പ്രതിജ്ഞ ചെയ്ത് നിറവേറ്റിയ ഒരു മലയാളിയുണ്ട്. തന്റെ അച്ഛന്റെ ജീവനെടുത്തവരോട് പകരം വീട്ടിയിട്ടേ ചെരുപ്പിടൂ എന്ന യുവാവിന്റെ പ്രതിജ്ഞ മുംബൈ അധോലോകത്ത് പോലും പിൽക്കാലത്ത് കോളിളക്കമുണ്ടാക്കി. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആ യുവാവ് തന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ ഇറങ്ങിയത് അധോലോകത്തിന്റെ ചോരക്കളത്തിലേക്കായിരുന്നു. അച്ഛനെ കൊന്ന ദാവൂദ് ഇബ്രാഹിം സംഘാംഗത്തെ തെരുവിൽ വെടിവെച്ചു കൊന്നതോടെ അയാൾ കൊടും കുറ്റവാളികളുടെ പട്ടികയിലേക്കാണ് നീങ്ങിയത്. കുമാർ പിള്ള കന്യാകുമാരിയിൽ നിന്ന് മുംബൈയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗം. അച്ഛൻ കൃഷ്ണപിള്ളയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ കുമാർ തോക്ക് കയ്യിലെടുത്തത്. പിന്നീട് ഒരു മടങ്ങിപ്പോക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഹോങ്കോങ് പൗരത്വമുള്ള കുമാറിനെതിരെ പിന്നീട് LTTE ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സിനിമാ കഥകളെ വെല്ലുന്നതാണ് കുമാറിന്റെ ജീവിതം. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ അംഗമായിരുന്നു കുമാറിന്റെ പിതാവ് കൃഷ്ണപിള്ള. മുംബൈയിലെത്തിയ ശേഷം ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം തുടങ്ങിയ കൃഷ്ണപിള്ള അധികം വൈകാതെ ബിസിനസ്സിലേക്ക് തിരിയുകയും സാമ്പത്തികമായി ഉയർന്ന നിലയിലാവുകയും ചെയ്തു. വിക്രോളി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഹരിയാലി നഗറിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. മുംബൈയിൽ ദക്ഷിണേന്ത്യക്കാർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോൾ ആ മേഖലകളിലെ മലയാളികൾക്കും തമിഴർക്കും പിൻബലം പൊതുകാര്യ പ്രസക്തനായ കൃഷ്ണപിള്ളയായിരുന്നു. ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാരുമായുള്ള ബന്ധമാണ് പിള്ളയുടെ വളർച്ചയ്ക്ക് കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. വിക്രോളിയിൽ സിദ്ധിവിനായക് എന്ന പേരിൽ സ്കൂൾ ആരംഭിച്ച കൃഷ്ണപിള്ള ഇതിനടുത്ത് സിദ്ധിവിനായക് ക്ഷേത്രവും സ്ഥാപിച്ചു. കൃഷ്ണപിള്ള കമല ദമ്പതിമാരുടെ 3 മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു കുമാർ. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ കുമാർ മികച്ച കായിക താരവുമായിരുന്നു. സ്ഥലത്തെ റോക്കി ബൈക്ക് ഗാങ്ങിലെയും അംഗമായിരുന്നു സമീപവാസികൾക്കെല്ലാം പ്രിയങ്കരനായ ഈ ചെറുപ്പക്കാരൻ. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം. നിർമ്മാണ രംഗത്തുള്ളവരെ ഭീഷണിപ്പെടുത്തി ഹഫ്ത വാങ്ങിയിരുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക സംഘവുമായി ഉടക്കിയതാണ് കൃഷ്ണപിള്ളയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. അദ്ദേഹത്തിന് വിക്രോളിയിൽ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഈ കെട്ടിടം അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേറ്റർക്ക് വിൽക്കാൻ വിസമ്മതിച്ച കൃഷ്ണപിള്ളയെ സ്കൂളിലെ സ്റ്റോറിൽ വെച്ച് ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിലെ ലാൽ സിംഗ് ചവാന്റെ അനുയായികളാണ് കൊലപ്പെടുത്തിയത്. ഇത് കുമാറിനെ ഉലച്ചു കളഞ്ഞു. അയാൾ പ്രതികാരദാഹിയായി. പിതാവിനെ കൊന്നവരോട് പകരം വീട്ടാതെ താൻ ഇനി ചെരുപ്പിടില്ല എന്നയാൾ ശപഥം ചെയ്തു. ദാവൂദിന്റെ എതിരാളികളായിരുന്ന അമർ നായിക്കിന്റെ സംഘത്തിൽ കുമാർ ചേർന്നു. പിതാവിനെ കൊലപ്പെടുത്തിയവരിൽ ഒരാളായ ലാൽ സിംഗ് ചവാൻ MLA ബോറിവിലി റെയിൽവേ സ്റ്റേഷന് പുറത്തുവച്ചാണ് കുമാർ പിള്ളയും സംഘവും വധിച്ചത്. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന മറ്റു 2 പേരെ വൈകാതെ ദാവൂദിന്റെ സംഘം കൊലപ്പെടുത്തി. ഇതോടെ കുമാർ ഒളിവിൽ പോയി. പോലീസും ദാവൂദ് സംഘവും പിന്നാലെയായതോടെ കുമാറിന് പിന്നീട് അധോലോകത്തിൽ നിന്നും മടക്കമുണ്ടായില്ല. അമർ നായിക്കിന്റെ ക്രിമിനൽ സംഘത്തിലെ പ്രധാനിയായി കുമാർ മാറി. കെട്ടിട നിർമ്മാതാക്കളെയും ബിസിനസ്സുകാരെയും ഭീഷണിപ്പെടുത്തി വൻതുക തട്ടുന്നതിൽ പങ്കാളിയായതോടെ കുമാറിനെതിരെയുള്ള കേസുകളുടെ എണ്ണവും കൂടി. അമർ നായിക്ക് മാറി സഹോദരൻ അശ്വിൻ നായിക്ക് സംഘത്തലവനായപ്പോഴും ഒപ്പം കുമാർ ഉണ്ടായിരുന്നു. അമർ നായിക്ക് കൊല്ലപ്പെടുകയും അശ്വിൻ നായിക്ക് വീൽ ചെയറിലാവുകയും ചെയ്തതോടെ കുമാർ പിള്ള സ്വന്തം സംഘം രൂപീകരിച്ചു. കുമാർ ഗ്യാങ്ങും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതിലായിരുന്നു ശ്രദ്ധിച്ചത്. നിരവധി കൊലക്കേസുകളിലും സംഘം പ്രതികളായി. സംഘാംഗങ്ങൾ പലരും അറസ്റ്റിലായതോടെ കുമാറിന് മുംബൈയിൽ നിൽക്കുക ദുഷ്കരമായി. തുടർന്ന് ശ്രീലങ്ക, ബ്രിട്ടൻ, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിൽ ഇയാൾ ഒളിച്ചു താമസിച്ച് അധോലോക പ്രവർത്തനങ്ങൾ നടത്തി. കുറച്ചുനാൾ ചെന്നൈയിലും കുമാർ കഴിഞ്ഞിരുന്നു. തമിഴ് പുലികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തുവെന്ന കേസിൽ അറസ്റ്റിലായ കുമാർ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രാജ്യം വിട്ടത്. പിന്നീട് ഹോങ്കോങ്ങിൽ സ്ഥിരതാമസമാക്കിയ കുമാർ അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു. 2013 അവസാനമായി കുമാർ ഗ്യാങ്ങിനെ കുറിച്ച് കേട്ടത്. വിക്രോളിയിൽ കെട്ടിടനിർമ്മാണം നടത്തുന്ന മങ്കേഷ് സിംഗ്ലെ എന്ന MLA-യോട് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസായിരുന്നു അത്. കുമാർ പിള്ളയ്ക്ക് ഭാര്യയും ഒരു മകളുമുണ്ട്. സിംഗപ്പൂരിൽ റെസ്റ്റോറന്റ് നടത്തി വരവെ 2016 വീണ്ടും ഇയാൾ അറസ്റ്റിലായത്. ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ആ വർഷം തന്നെ കുമാറിനെ ഇന്ത്യക്ക് കൈമാറി. കൊലപാതക ശ്രമം, ഭീഷണിപ്പെടുത്തി പണംതട്ടൽ എന്നിവയടക്കം 3 കേസുകൾ മാത്രം വിചാരണ നടത്തുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൈമാറ്റം. അതിൽ 3 കേസുകളിലും ഇയാൾ പിന്നീട് കുറ്റവിമുക്തനായി. കുമാർ പിള്ളയെ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചയക്കാൻ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെ പ്രത്യേക കോടതി പോലീസിനോട് നിർദ്ദേശിച്ചത്. ഹോങ്കോങ്ങിൽ നിന്ന് ഇന്ത്യക്ക് കൈമാറുന്ന സമയത്ത് ചുമത്തിയിരുന്ന എല്ലാ കേസുകളിലും കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെയാണ് കോടതി വിധി. കൈമാറുന്ന രാജ്യത്തിന്റെ അനുമതിയില്ലാതെ പ്രതിയെ കെട്ടിക്കിടക്കുന്ന മറ്റ് കേസുകളിൽ ഇന്ത്യയിൽ വിചാരണ ചെയ്യാൻ കഴിയില്ലെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവ് ഫെബ്രുവരി 23 വരെ പ്രത്യേക വിചാരണ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. കുമാർ പിള്ളയെ സിംഗപ്പൂരിലേക്കോ ഹോങ്കോങ്ങിലേക്കോ തിരിച്ചയക്കേണ്ടത് എന്ന കാര്യത്തിൽ
പോലീസ് വ്യക്തത തേടിയതിനെ തുടർന്നാണിത്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. എന്നാൽ ഒരു നിമിഷത്തെ പ്രകോപനത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്നതിന് ഉദാഹരണമാണ് കേരളത്തിൽ വേരുകളുള്ള ഈ അധോലോക കുറ്റവാളി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.